ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. ഞാൻ വന്നിരിക്കുന്നത് മാരി മൈ ഹസ്ബൻഡിൻ്റെ 5ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഒട്ടും സമയം കളയാതെ സ്റ്റോറിയിലേക്ക് പോവാം. അതിന് മുമ്പ് ഫ്രണ്ട്സ്, ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ യൂജിൻ്റെ നടുവിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ വട്ടത്തിൽ ഡാൻസ് കളിക്കുന്നതാണ്. നമ്മുടെ ഇങ്ങനെ ഓ ഹോയ് ആ ഒരു ടൈപ്പ് ഓഫ് ഡാൻസ്. പുറത്തു പോയി വന്നതിൻ്റെ തിരിച്ചു വരവ് ആഘോഷിക്കുന്നതാണ് ഫ്രണ്ട്സ്. അതിലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി ബോയ് ആയിട്ട് നിന്നില്ലേ, അവനും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും ഇവൻ്റെ പൈസയും പേഴ്സും ഒക്കെ എടുത്തിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി പോവും. ഉണ്ടല്ലോ ഒരു വുജി ടൈപ്പ് ഇങ്ങനെ സ്പെക്സൊക്കെ വെച്ച് ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പാവം പോലെയാണ് കേട്ടോ ഇതിൽ കാണിക്കണത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇവൻ്റെ കൂട്ടുകാരനവനും കൂടി ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെണ്ണ് ഇങ്ങനെ മുടിയൊക്കെ മുന്നിലിട്ട് ഇങ്ങനെ പ്രേതത്തിൻ്റെ പോലെ നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും, നീ ഇങ്ങനൊന്നും കുടിക്കല്ലേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവർ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകും. ആണ് മുടി ഇങ്ങനെ മാറ്റിയിട്ട് കാണിക്കുന്നത് ആരാണ്, നമ്മുടെ ജീവനാണ്. ആ പെൺകുട്ടി ആണെങ്കിൽ നല്ലപോലെ മദ്യപിച്ചിട്ട് എന്താ പറയുക, ഒട്ടും ബോധമില്ലാതെയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം നമ്മുടെ യൂജി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കേൾക്കുന്നുണ്ട് 2 ചെക്കന്മാർ വഴിയിൽ നിന്നിട്ട് ഇവളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു സിറ്റുവേഷനിലാണല്ലോ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവനെന്ത് ചെയ്യും, പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് നമ്മുടെ യൂജി നമ്മുടെ ജീവോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. യൂജി ചോദിക്കും, നീ ഒറ്റയ്ക്കാണോ, നിൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഒറ്റയ്ക്കാണ്, ഞാൻ മൊത്തത്തിൽ ഒറ്റയ്ക്കാണ്, ശരിക്കും ഒറ്റയ്ക്കാണ്. എൻ്റെ അച്ഛൻ മാർച്ച് 2 മരിച്ചുപോയി. ഞാൻ എല്ലാം കൊണ്ടും ഒറ്റയ്ക്കായിപ്പോയി. അത് ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും ബ്രേക്കപ്പും കൂടിയായി, ശരിക്കും ഒറ്റയ്ക്കായി. നിനക്ക് ഫ്രണ്ട്സ് ആരില്ലെന്ന് ചോദിക്കും. അപ്പോൾ അവളിങ്ങനെ ഫ്രണ്ട്സ് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവളെന്ത് ചെയ്യും, പെട്ടെന്ന് അവൾ അവൻ്റെ മേലുമ്മയ്ക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ അവളുടെ സ്പെക്സ് താഴെ വീഴും. അവൾ ആ സ്പെക്സ് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും, ആളുകൾക്കൊന്നും എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. അപ്പോൾ അവളിങ്ങനെ മണത്ത് നോക്കിയിട്ട് പറയേ, ആൽക്കഹോളിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് മുൻപ് ഡാൻസ് കളിച്ചല്ലോ, എയർപോർട്ടിൽ പൊട്ടിച്ചിട്ട് അവൻ്റെ മേലുമയ്ക്കിനെ തെറിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, ആ നല്ല മണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവനിങ്ങനെ മണപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇവൻ ചോദിക്കുന്നത്, നീ എന്താ കാണിക്കണേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, അവളിങ്ങനെ അടുത്ത് വന്ന് നമ്മൾ ചോദിക്കും എന്താ ചെയ്യാൻ പോകുന്നത്. അവളെന്ത് ചെയ്യും, അവൻ്റെ ഒറ്റ കടി കടിക്കും. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് വളർന്നൊരു വിടിയിക്കുമ്പോൾ അവളിങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കും. പക്ഷേ സ്പെക്സ് ഇല്ലാത്ത കാരണം അവൾക്ക് ക്ലിയർ ആയിട്ട് വിഷനും കിട്ടുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും, അവൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടീനെ പോലെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. കാണിക്കുന്നത് ഒരു പാർക്കിൽ നമ്മുടെ ജീവനും യോജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിയർ ക്യാൻ എടുത്തിട്ട് നമ്മുടെ പെൺകുട്ടി ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കിത് ബിയറാണോ സോജു ആണെന്ന് അറിയണം. അതിൽ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നില്ല, ആർക്കും കണ്ണടച്ചിട്ട് ഇത് ബിയറാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നീ ഇനി കുടിക്കാൻ പോണ്ടെന്ന് പറയും. അങ്ങനെ അവൾ എന്താ പറയുക, ഇങ്ങനെ താഴ്ത്തി വെച്ചത് എന്തോ എടുക്കാൻ പോകുമ്പോൾ അവളിങ്ങനെ തലങ്ങനെ മുട്ടാൻ പോകും നിലത്ത്. അപ്പോൾ അവനെന്താ ചെയ്യുക, അവളുടെ ഫോർഹെഡ്, അവളുടെ നെറ്റി ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ജീവൻ പറയും, എനിക്ക് പക്ഷേ ഇന്ന് ശരിക്കും കുടിക്കുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറയും. അപ്പം അവൻ പറയും, നിനക്ക് എൻ്റെ വീട്ടിൽ കുടിച്ചോടെ എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, നിനക്ക് ഞാൻ ഒറ്റയ്ക്ക് കുടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും ഒറ്റയ്ക്കാണ്. വീണ്ടും പറയാൻ തുടങ്ങും, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അവൻ പറയും, ബ്രേക്കപ്പ് ആയില്ലേ ബോയ് ഫ്രണ്ടായിട്ട്. അപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് സിബ്ലിങ്സ് അമ്മ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല, പിന്നെ അമ്മനെ ഞാൻ സ്കൂളിലായപ്പോൾ തന്നെ എൻ്റെ അമ്മനെ ഇട്ടിട്ട് പോയെന്ന് പറയും. പിന്നെ ഇവൻ പറയും, നിൻ്റെ ബോയ് ഫ്രണ്ടും ബ്രേക്കപ്പ് ആയില്ലേ. അപ്പോൾ ചോദിക്കും, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം, സത്യം പറയും, നീ ഭാവിയൊക്കെ നോക്കി പറയുന്ന ആളല്ലേ. അപ്പം നമ്മുടെ യൂജി എന്ത് ചെയ്യും, ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ക്യാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ ബിയറാന്ന് പറഞ്ഞ് കൊടുക്കും. അവളാണെങ്കിൽ അത് അവൾക്ക് കാണാനും പറ്റുന്നില്ലല്ലോ, പിന്നെ പകുതി ബോധത്തിൽ അവളതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ബിയറാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് പറയും. എന്നിട്ട് നമ്മുടെ ജീവൻ പറയും, ആക്ച്വലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ എനിക്ക് എപ്പോഴും അവളെ കിട്ടാറില്ല, എപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വരുന്നു അപ്പോഴൊന്നും അവൾ എനിക്ക് അവൈലബിൾ ആവില്ല. അപ്പം പറയും, അവൾ തിരക്കായോണ്ടാന്ന് പറയുമ്പോൾ അവൾ പറയും, അവൾ തിരക്കായോണ്ടാണ്. പക്ഷെ എന്നിട്ട് അവൾ അടുത്ത് വന്നിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയോ, ജങ്സുവിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പം നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് ഞാനൊരു തോൽവിയായിട്ടേ തോന്നാറ്. അപ്പോൾ അവൻ ജീവൻ പറയും, എൻ്റെ ബോയ് ഫ്രണ്ട് പെട്ടെന്നാണ് ബിസി ആവാൻ തുടങ്ങിയത്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും അവൻ വന്നിട്ടില്ല. എന്നിട്ട് അവൻ പറയും, ഞാനും ഭയങ്കര ടയേർഡാണ് അതുകൊണ്ടാണെന്ന്. അപ്പോഴും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും അറിയാത്ത പോലെ നടിച്ചു, കാരണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പേടിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, ജങ്സുവിനെ കാണുമ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ഒരുപാട് ചിരിക്കാൻ തുടങ്ങും. പക്ഷെ അത് നാച്ചുറലാണ്, അവളാണെങ്കിൽ ഒരുപാട് സുന്ദരിയാണ്, പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ജങ്സുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്തോ പോലെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്, ഞാനൊരു ഒന്നുമല്ല എന്നൊക്കെ തോന്നുക, ഞാനൊരു തോൽവിയായിട്ട് തോന്നാണ്. അപ്പം പറയും, നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നീ ഒരിക്കലും അവളായിട്ട് ഫ്രണ്ട് ആവണ്ട, അവൾ നല്ലതാണ് പൊട്ടയാണോ നോക്കണ്ട, പക്ഷെ നീ അൺകംഫർട്ടബിൾ ആണെങ്കിൽ നീ ആ ഫ്രണ്ട്ഷിപ്പ് വിടണം. ചോദിക്കും, നീ ഒരിക്കലെങ്കിലും ലോകത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ടോ? എനിക്ക് ഓരോ ദിവസവും ഞാനൊരു പുഴയിൽ കൂടെ ഇങ്ങനെ വഞ്ചിയിൽ പോകാമെന്ന് തോന്നാം. എനിക്ക് എവിടെയെങ്കിലും എന്താ പറയുക, ഒരു മണലിൽ കാലുറപ്പിച്ച് നിർത്തണമെന്ന് എപ്പോഴും തോന്നും. ഈ ജങ്സു ആണ് എൻ്റെ മണ്ണ്,
എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ പറയും ഞാനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ അമ്മ 15 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. പിന്നെ എനിക്കൊരു സ്റ്റെപ്പ് മദറും ഒരു അനിയത്തിനും കിട്ടി. അവരൊക്കെ നല്ലവരാണ്, പക്ഷെ എനിക്കൊരു അത്രയും കംഫർട്ടബിൾ അല്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവളങ്ങനെ പറയും, ഓ നിങ്ങളും അപ്പോൾ ഒരു തോൽവിയാണല്ലേ. അവർ സംസാരിച്ചിട്ട് ഇവരിങ്ങനെ ചിയേഴ്സ് പറയുമായിരിക്കും. അപ്പോൾ അവൻ്റെ കൈ ഭയങ്കര ചൂടായിട്ട് കാണുമ്പോൾ അവൾ പറയും, ഓ നിൻ്റെ കൈ എന്ത് ചൂടാണെന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യും, അവളുടെ കൈയും ഇങ്ങനെ പിടിക്കും. എന്നിട്ട് പറയും ഇനി നമുക്ക് പറയാം നമ്മൾ രണ്ടുപേരും തോൽവികളല്ല. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവരവിടെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവൻ്റെ ജാക്കറ്റ് ഒന്ന് മേലേക്കൊക്കെ കയറ്റി കൊടുത്ത് പുതച്ച് കൊടുത്തിട്ട് അവൻ വീണ്ടും കിടക്കും. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ യുജി നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനായിട്ട് കരാട്ടെ കളിച്ചിട്ട് അവനിങ്ങനെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നത് നീ എന്തിനാണ് എക്കണോമിക്സ് എടുത്തതെന്ന്, എനിക്ക് ഇതിനെങ്ങനെയും പോയാൽ പോരായിരുന്നോ. അങ്ങനെ നമ്മുടെ യുജി പുറത്ത് വന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ എണീറ്റ് ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവൂണ് ഇന്ന് ആരോട് സംസാരിക്കണ പോലെ കാണുന്നുണ്ട്. അവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ രാവിലെ കൂർക്കം വലിച്ച് എണീറ്റ് നോക്കുമ്പോഴാണ് ഒരു വയസ്സിൻ്റെ കൂടെ കിടന്നുറങ്ങുന്നത്. ഞാൻ ആകെ സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര സ്ട്രേഞ്ചാണ്, ഒരു മദ്യപിച്ച് വരുന്ന കുട്ടീനോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് അവൾ പറയും ഓഫ് അവൻ എൻ്റെ സ്കൂളിലാവല്ലേ എന്ന് അവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ ഇവനും ഫ്രണ്ട്സും കൂടി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത് അവിടെ ആരാണ് ഇരുന്നിരുന്നത്, നമ്മുടെ ഈ ജൂബിൻ ആരോടാണ് സംസാരിച്ചത്, ഒരു പൂച്ചക്കുട്ടിനോടാണ്. ആ പൂച്ചക്കുട്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പൂച്ചി നമ്മുടെ ഫ്രണ്ട്സിന് നോക്കിയപ്പോൾ എന്നെ കാണാൻ ഒരു വയസ്സിനെ പോലെ ഉണ്ടോ. അപ്പോൾ അവർ പറയും ഇല്ല. അപ്പോൾ ഒരുത്തൻ ചോദിക്കും നിനക്ക് ഞാൻ സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യണോ. അപ്പോൾ നമ്മുടെ യുജി ചിരിച്ചിട്ട് പറയും ഇപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആക്കി പോണ പോലെ തോന്നും. പിന്നെ കാണാം വേറൊരു ദിവസം നമ്മുടെ യുജി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ ജീവൻ വീണ്ടും പൂച്ചക്കുട്ടിക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുക്കണത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മുടെ യുജി ഫുഡായിട്ട് വന്നിട്ട് അവന് പേടിയുണ്ട് എന്നാലും പൂച്ചക്കുട്ടി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവൻ പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോഴായിരിക്കും മഞ്ഞ് പെയ്യുക. അപ്പോൾ മഞ്ഞ് പെയ്യുമ്പോൾ നമ്മുടെ ഈ കറക്റ്റ് യുജി അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അപ്പോൾ യുജി കാണുന്നത് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് മഞ്ഞ് കൊള്ളാതിരിക്കാൻ നമ്മുടെ ജീവൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അവനിങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നതാണ്. ഇത് കാണാൻ നമ്മുടെ യുജി എന്ത് ചെയ്യും, ആരും അറിയാതെ ഇവന് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഒരു കുഞ്ഞു വീടുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അതിലൊരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ പറയുന്നതാണ്, ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കുറേ ചാൻസസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല. അപ്പോഴാണ് പിന്നെ ഒരു പൂച്ചക്കുട്ടീനെ അങ്ങനെ കാറടിക്കാൻ വരുമ്പോൾ ഇവനിങ്ങനെ ഓടി ചെന്ന് രക്ഷിക്കുന്നത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ജനറൽ മാനേജറായിട്ട് ഇവൻ നിൽക്കുന്നത് നമ്മുടെ ജീവൂണ് അവളുടെ ചെറിയ മാനേജർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. അപ്പോൾ അവന് ഭയങ്കര അതിശയമായിട്ട് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ ഇവർ നമ്മുടെ പാക് മിനും ജീവൂണും തമ്മിൽ ഇങ്ങനെ എന്താ പറയുക കുറച്ച് റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ അവൻ കാണും. അപ്പോൾ അവൻ ആ ചാൻസ് മിസ്സാക്കിയതിൽ അവനൊരു കുറ്റബോധം തോന്നുന്നു. കാണിക്കുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ ഇവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്നതായിട്ടല്ലേ രണ്ടാമത്തെ ജന്മത്തിലേക്ക്, അത് കാണിച്ചുകൊണ്ടാണ് ഈ അടുത്ത സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അവന് നേടാൻ പറ്റാത്തതെന്തോ അതവൻ ഈ ജന്മത്തിൽ നേടാൻ പോകും. പിന്നെ കാണിക്കുന്നത് എന്താണ്, നമ്മുടെ യുജി ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോൾ അവൻ മുമ്പ് നമ്മുടെ ജീവൻ പറഞ്ഞില്ലേ കുറച്ച് ഡ്രസ്സിങ്ങിലൊക്കെ നന്നാക്കിയ കൊള്ളാന്ന്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് ചെക്കരങ്ങിട്ട് ചുള്ളനായിട്ട് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. പൊളിക്സ് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കളഞ്ഞ് ചൊറിയ മാനേജറൊക്കെ ഇങ്ങനെ എത്തി വലിയ നോക്കുന്നുണ്ട്. നമ്മുടെ സുന്ദരി പെണ്ണിന് മാത്രം ഒരു ലോഡ് പുച്ചുണ്ട് കേട്ടോ മുഖത്ത്. നമ്മുടെ ജീവൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇപ്പം എനിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പോൾ രണ്ടുപേരും ചിരിക്കുമ്പോൾ നമ്മുടെ പാക്മീൻ അവിടെ എടുത്തിട്ട് അതെന്താ കാണുന്നത്. പാക്മീൻ ഓടി വന്നിട്ട് പറയും നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവരെ റൂമിൽ കൊണ്ടുപോയിട്ട് ജീവനോട് ചോദിക്കും നീ എന്താ അവനങ്ങനെ കാണിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവന് ഇൻട്രസ്റ്റഡ് ആകുന്ന എന്നിൽ. അപ്പോൾ അവൾ പറയും അവന് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പം പറയും അതിനെന്താ നിനക്ക് ആണുങ്ങളെ പറ്റി അറിയാനിട്ട് എല്ലാ ആണുങ്ങളും ചതിക്കും, അവന് ചിലപ്പോൾ ഭാര്യ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിന്നെ ചതിച്ചു എന്ന് വരും. അപ്പോൾ അവളങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളും നിന്നെപ്പോലെ ആണെന്നാണോടാ നീ ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കണത്. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും നീ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവനങ്ങനെ അതിശയിച്ചിട്ട് പറയുമ്പോൾ അവൾ ഒന്നുമില്ല വിട്ടുകളാ. എന്നിട്ട് അവൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവനിങ്ങനെ പറയും ഇവൾ കുറച്ച് സ്ട്രെയിഞ്ചായിട്ട് വ്യത്യാസമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ, അവൾ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നടന്നു പോകുന്നതൊക്കെ നോക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ജങ്സു ഇങ്ങോട്ടേക്ക് വരുന്നത്. ജങ്സുവിനെ കാണുമ്പോൾ പാക്വിൻ എന്താണെന്നറിയില്ല ഓടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സീനിലാണെങ്കിലോ എല്ലാ ഫീമെയിൽ സ്റ്റാഫ്സും നമ്മുടെ യുജിനെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു, എന്താ അവൻ്റെ ബോഡി, എന്താ അവൻ്റെ ലുക്ക്. പിന്നത്തെ സൈഡിൽ നമ്മുടെ യുജിക്ക് മുത്തശ്ശൻ്റെ കോൾ വന്നിട്ട് ഇങ്ങനെ പറയും നീ കുറച്ച് പരിചയമില്ലാത്ത സ്റ്റോക്കൊക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ. അപ്പം അവൻ പറയും അതേ വാങ്ങിയെന്ന് പറയും. എപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ മുത്തശ്ശൻ മാനേജറോട് പറയും അവൻ എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കാണാൻ നമ്മുടെ സുന്ദരി പെണ്ണും സീനിയറും നമ്മുടെ ജീവനും കൂടിയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ബാക്കിൽ കൂടെ പോകുമ്പോൾ യുജിൻ്റെ സൗന്ദര്യത്തിനെ പറ്റി പറയുമ്പോൾ ഇവർ പറയും നമ്മൾ മാത്രം പറയുന്നില്ല എന്നതിൽ പറയുമ്പോൾ സീനിയർ പറയും ഞാൻ കഴിഞ്ഞത് അതുകൊണ്ട് എനിക്കത് അവനെ പറ്റി പറയാനും പറ്റില്ല എന്ന് പറയും. അപ്പോൾ സുന്ദരി പെണ്ണ് പറയും ഇവൻ എൻ്റെ ടൈപ്പല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഡിസ്കഷൻ നടക്കുകയാണ്, ഈ മീൽ കിറ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. ആ ഡിസ്കഷനിൽ ബെൽ പെപ്പർ നമ്മുടെ ക്യാപ്സിക്കം അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ വരുമ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് പറയും എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാം, കാരണം ഞാൻ ഫാമിൽ ജനിച്ച് വളർന്നതാണ്, എനിക്ക് മണ്ണും
മാങ്ങയിലൊക്കെ ഞാൻ കളിച്ച് വളർന്നുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയാമെന്ന് പറയുമ്പോൾ ജങ്സ് പെട്ടെന്ന് കയറുന്നിട്ട് പറയും, ഓ ഞങ്ങൾ മണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ മണലിലൊക്കെ അല്ലേ കളിച്ചത്, ബീച്ചിലൊക്കെ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറയാം. അവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവൾ പറയും, എനിക്ക് ഭയങ്കര സങ്കടമായി ഇവൾ സോളിൽ പഠിക്കാൻ പോയപ്പോൾ, പാവം ഒരു ഫ്രണ്ട്സും ഇല്ലാതെ ഒറ്റയ്ക്ക് ലൈബ്രറിയിലായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് പോയി വരായിരുന്നു അവിടേക്ക്. സുന്ദരിപ്പെണ്ണിന് ഇത് കേൾക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നമ്മുടെ സീനിയർ ചോദിക്കുമ്പോൾ നീ ഇടയ്ക്ക് എന്നും പോയി വരുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു, എന്നാലും ഞാൻ പോയി വരും. അപ്പോൾ സുന്ദരിപ്പെണ്ണ് വെറുതെ അല്ല അവൾക്ക് വേറെ ഫ്രണ്ട്സ് ഇല്ലാതിരുന്നെന്ന് പറയും. അപ്പോൾ ജങ്സ് പറയും, അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ സീനിയർ മാനേജർ, നീ ഭയങ്കര ലക്കിയാണ് ജീവൻ, ഇത്രയും ബെറ്റർ ഹാഫ് പോലത്തെ ഫ്രണ്ട്സിനെ കിട്ടാന്ന് പറയുന്നത് റെയറാണ്. അപ്പോഴാണ് നമ്മുടെ ചൊറിയ മാനേജർ ഇങ്ങനെ കയറി നിന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും പണിയെടുക്കാതെ ഇവിടെ നിന്ന് വർത്താനം പറയുകയാണോ. പിന്നെ നമ്മുടെ ജീവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ പോയിട്ട് എൻ്റെ കാറ് സ്ലോട്ടിൽ നിന്ന് പാർക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഇടാൻ പറഞ്ഞ് കീ കൊടുക്കും. അപ്പോൾ അവളിതിങ്ങനെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ കാറിങ്ങനെ തപ്പി പിടിക്കുമ്പോൾ അവസാനം കണ്ടുപിടിക്കും. അങ്ങനെ കാറിനിങ്ങനെ തല്ലാൻ പോകുമ്പോൾ അവൾ ചോദിക്കും, നിൻ്റെ ഓണർ ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നെ തല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. പിന്നെ അവൾ ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ അവളിങ്ങനെ അങ്ങനെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ജങ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, കാരണം നിനക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നിനക്ക് എന്നെ പഠിപ്പിക്കും വേണം, അവൾ മാത്രമാണ് എനിക്കുള്ളതെന്ന്. പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നമ്മുടെ ജങ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലിഫ്റ്റ് തുറന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്നെ പേടിച്ചു പോയി, ഞാൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, നിനക്കെന്നെ നിൻ്റെ പ്രപ്പോസൽ തരാൻ പറ്റിയില്ലെങ്കിൽ പക്ഷേ നിൻ്റെ ടീമിൽ ഞാൻ ജോയിൻ ചെയ്തോട്ടെ, എനിക്കൊരു ഫുൾ ടൈം എംപ്ലോയി അവിടെ, ഞാൻ ഫാമിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ടു. ജീവനോട് പറയും, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ, നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാം, ഞാനിവിടെ ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ നമുക്കിവിടെ മരണം വരെ വർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കാം. അപ്പം കറക്റ്റ് ചൊറിയ മാനേജർ വന്നിട്ട്, ജീവൻ നീ ഇങ്ങോട്ട് വരാൻ പറയുമ്പോഴാണ് നമ്മുടെ ജങ്സ് അയാളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അയാൾ പറഞ്ഞ് സ്ഥലം വിടും. പിന്നെ കാണിക്കുന്ന നമ്മുടെ ചൊറിയ മാനേജർ അവളോട് ചോദിക്കും, എവിടെ റിവൈസ്ഡ് പ്രപ്പോസൽ നോക്കുമ്പോൾ അവൾ പറയും, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് അറിയും. ആക്ച്വലി നിൻ്റെ പ്രപ്പോസലും എൻ്റെ പ്രപ്പോസലും ഏകദേശം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, മാച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നെ പുറത്താക്കേണ്ടതാണ്, പക്ഷെ ഞാൻ നിന്നെ ടീമിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ വല്ലാണ്ട് ആർഗ്യൂ ചെയ്യേണ്ട ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അപ്പം നമ്മുടെ ജീവന് ഭയങ്കര സങ്കടം, അവൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇതാണ് സംഭവിക്കുക, ഞാൻ ജങ്സുവിന് പ്രപ്പോസൽ കൊടുക്കാതിരുന്നപ്പോൾ മാനേജർ കട്ടെടുത്ത് എൻ്റെ പ്രപ്പോസൽ. അപ്പോഴാണ് നമ്മുടെ ജങ്സ് അവളൊന്ന് ആക്കിയൊരു ഇരിക്കുന്നുണ്ട് സീറ്റിലിരുന്നിട്ട്. പിന്നെ കാണാൻ നമ്മുടെ യുജി ഇവളോട് വന്നിട്ട് ചോദിക്കും, നിനക്കിന്ന് ഫ്രീ ആണോ, നമുക്കൊരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് പറയുമ്പോൾ ഇവൾ പറയും, ആക്ച്വലി എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അവൻ ഓക്കെ വേണ്ടെന്ന് പറയും. എന്നിട്ട് അവനെങ്ങനെ ആയിരിക്കും, പേഴ്സണൽ പ്ലാൻസോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജീവൂണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് കാണും, ഒരു വൈൻ ബാർ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്. ആരാണ് അവിടെ നിൽക്കുന്നത്, നമ്മുടെ ഷെഫ്. പിന്നെ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മളുടെ ചെക്കൻ പാക്മീൻ ഇങ്ങനെ കുറേ കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവൂണിനെ. അപ്പോൾ പാക്മീൻ എന്ത് ചെയ്യും, ജങ്സിനെ വിളിച്ചിട്ട് ചോദിക്കും, ജീവൻ എൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയില്ല, അവൾ വേഗം ഇറങ്ങി, അവളാണെങ്കിൽ മിററിലൊക്കെ നോക്കി നല്ല സുന്ദരി ആവുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ ഡേറ്റിന് വരാനായിരിക്കും എന്ന്. എന്നിട്ട് അവൾ പറയും, നീ കുറച്ച് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അവൻ പറയും, അവൾ എന്തായാലും ഓടിപ്പോകാൻ പോകില്ല. അപ്പോൾ അവൾ പറയും, പിന്നെ അവളിപ്പോൾ അവളുടെ ഡ്രസ്സിങ്ങൊക്കെ മാറ്റി, നിനക്ക് പെണ്ണുങ്ങളെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം, അവളുടെ അമ്മ ജീവൻ ഉണ്ടായതിന് ശേഷമാണ് അവളുടെ അമ്മയുടെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നിനക്ക് പെണ്ണുങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ ചോദിക്കും, നിർത്ത്, നീ പറയുന്ന ജീവൻ്റെ അമ്മയ്ക്ക് വേറൊരു അഫെയർ ഉണ്ടായിരുന്നാണോ. അപ്പോൾ പറയും, അയ്യോ നിനക്കറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. എന്നിട്ട് പറയും, നീ ഇത് കേൾക്കാത്ത പോലെ അവളുടെ മുന്നിൽ നിൽക്കണേ, പിന്നെ അഫെയർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് ജനറ്റിക് പരമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്നിട്ട് അവൾ പറയും, ഇതിന് പകരമായിട്ട് ഞാൻ ജീവൻ എന്താ ചെയ്യണമെന്ന് ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരും. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇവർ രണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഷെഫ് ചോദിക്കും, അപ്പോൾ എന്നെ വേണ്ടാന്ന് വെച്ചതല്ല. അപ്പോൾ അവൾ പറയും, നിൻ്റെ കയ്യിൽ ആ ലെറ്റർ ഉണ്ടോ ഞാൻ എഴുതിയെന്ന് പറയുമ്പോൾ അവൻ ആ ലെറ്റർ കൊടുക്കും അവൾക്ക്. അപ്പോൾ അതിലെഴുതിക്കുന്നത്, നീ എന്താ വിചാരിച്ചേ, നീ ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ട് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നിന്നെ കാണുമ്പോൾ ഛർദ്ദിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഷെഫ് ചോദിക്കും, നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ ചോദിക്കും. അപ്പോൾ അവൾ പറയും, അതെ, പക്ഷേ ഇത് ഞാനല്ല എഴുതിയതെന്ന് പറയും. അപ്പോൾ ശരിക്കും നമ്മുടെ ജങ്സൂന് ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി ചെയ്യാൻ അറിയാം. അപ്പോൾ അവളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ തണുക്കുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറയുന്നത് തണുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് പറയും. അപ്പോൾ അവൻ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കൂട്ടിമുട്ടി കണ്ണും കൈമാറുന്നുണ്ട്. എന്നിട്ട് അവൾ പുറത്ത് വന്നിട്ട് ഷെഫിനോട് പറയും, ആക്ച്വലി എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇടുന്ന് പറയും. അപ്പോൾ അവനോ ചിരിച്ചോണ്ട് ഇങ്ങനെ പറയും, ഓക്കെ, അയാളെങ്ങാനും ഭയങ്കര ടോളായിട്ട് സ്പെക്സ് ഒക്കെ വെച്ചിട്ട് 3 ബട്ടൺ സ്യൂട്ടൊക്കെ ഇടുന്ന ആളാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജീവൻ മിസ്റ്റർ യുജി ആണോ എന്ന് ചോദിച്ചിട്ട് അവൾ ചോദിക്കും, നിനക്ക് എങ്ങനെ അവനറിയാമെന്ന് നോക്കുമ്പോൾ അവൻ പറയും, അവനാണ് എന്നോട് വന്നിട്ട് റീയൂണിയന് പോകണം എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ അവൾ ചോദിക്കും, അവനെങ്ങനെ നിന്നെ അറിയാമെന്ന് നോക്കുമ്പോൾ അവൻ പറയും, അതും ശരിയാ, ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, കാരണം അവൻ അത്രയ്ക്കും നിന്നെപ്പറ്റി വറീഡായിരുന്നു. പിന്നെ കാണാൻ നമ്മുടെ യൂജി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് യൂജി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. നമ്മുടെ ഷെഫ് ഇരുന്ന് കുറേ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട്, നിന്നെ അവൾ വീണ്ടും ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും,
എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പണ്ടും അവളല്ല എന്നെ ഉപേക്ഷിച്ചത്, ഞാനാണ് അവളെ വിട്ടിട്ട് പോയത്. പക്ഷെ ഇപ്പോൾ വേറൊരു മനുഷ്യന് അവളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പിന്നെ കാണാൻ നമ്മുടെ യൂജി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരണം. അവർ രണ്ടുപേരെ കണ്ട സീൻ ഇങ്ങനെ ആലോചിക്കണം. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നമ്മുടെ ജീവോട് ഇങ്ങനെ വിളിച്ചാലോ എന്നിങ്ങനെ വിളിക്കും, ആലോചിക്കും. പിന്നെ വേണ്ടെന്ന് നിൽക്കുമ്പോൾ പക്ഷെ അവൻ വീണ്ടും അവളെ കോൾ ചെയ്യും. അപ്പോൾ കുറച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയും എംപ്റ്റി സ്റ്റൊമക്കിൽ വൈൻ കുടിച്ചതിൻ്റെ ആണെന്ന് പറയും. യൂജിയുടെയും പാക്മിൻ്റെ കോളൊന്നും മൈൻഡ് ചെയ്യാതെ അതൊക്കെ കട്ടാക്കി വിടുന്നുണ്ട്. പിന്നെ കാണാം നമ്മുടെ യൂജി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് അവൻ യൂ ടേൺ എടുക്കുന്നതും പിന്നെ നമ്മുടെ ജീവൻ അവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതും. അപ്പോൾ അവൾക്ക് ആരോ അവളിങ്ങനെ ഫോളോ ചെയ്യണ പോലെ തോന്നും. അവളിങ്ങനെ ഓടി പോവാണ് വീട്ടിലേക്ക്. ഇതാണ് പറയുന്നത് ഹീൽസ് ഇടരുത്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഹീൽസ് ഇട്ടോടാൻ ഭയങ്കര പാടല്ലേ. അങ്ങനെ അവളിങ്ങനെ ഓടുമ്പോഴാണ് പെട്ടെന്ന് പാക്മീൻ അവളുടെ മുന്നിൽ ഇങ്ങനെ പെടാം. എന്നിട്ട് അവളിങ്ങനെ പേടിച്ചിട്ട് നീയായിരുന്നോ? അപ്പോൾ അവൻ ചോദിക്കും അതെന്താ, നീ വേറെ വല്ല ആണുങ്ങളെയാണോ പ്രതീക്ഷിച്ചത്? അപ്പോൾ അവൾ പറയും നീ എന്തിനാണ് ഇങ്ങനെ ഫോളോ ചെയ്തത്, നിനക്കെന്നെ വിളിച്ചാൽ പോരായിരുന്നോ? എന്നിട്ട് അവൻ പറയും ഞാൻ എന്തിനാണ് നിന്നെ ഇത്ര സുഖിപ്പിക്കുന്നത്, നീയാണെങ്കിൽ എൻ്റെ കോൾസ് ഒന്നും എടുക്കുന്നില്ല, പിന്നെ നീയാണെങ്കിൽ ഇപ്പം നിന്നെ തെറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, എല്ലാ മനുഷ്യരുടെ ആണുങ്ങൾക്കും നിന്നോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പിന്നെ നീ ഇങ്ങനെ പേടിച്ച് കാണാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അവളിങ്ങനെ ഫുള്ളിങ്ങനെ നോക്കിയിട്ട് പറയും നീ എവിടെയായിരുന്നു ഇത്ര നേരം, നീ വീണ്ടും വർക്ക് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കൊക്കെ വീണ്ടും ഇട്ടല്ലേ? അപ്പോൾ അവൾ പറയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ പറയും പിന്നെ എങ്ങനെ ഇത് ഇത്ര ചുമന്നിരിക്കുന്നത്, സത്യം പറയും നീ ഇനി വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെയായിരുന്നോ? അവളുടെ അമ്മേനെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയും അമ്മ ഇങ്ങനെയല്ലേ പിന്നെ എങ്ങനെ മോളിങ്ങനെ ആവാതിരിക്കുക. അപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ചോദിക്കും നീ എന്താ പറഞ്ഞത്? അപ്പോൾ അവൻ പറയും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവൾക്ക് ദേഷ്യം വന്നിട്ട് അവളിങ്ങനെ ആലോചിക്കും സുമിന് മാത്രമേ ജങ്സുവിന് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ, അപ്പോൾ അവളാണ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ പറയും നീ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്, പുതിയ ഡ്രസ്സ് ഇടണു. എന്നിട്ട് അവൻ അടുത്ത് വന്നിട്ട് മണപ്പിച്ചിട്ട് പറയും നീ പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവൾ പറയും അത് സോപ്പാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ തള്ളും. അപ്പോൾ അവൻ എന്ത് ചെയ്യും അവളുടെ കൈയും ഇങ്ങനെ മുറുക്ക് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അവൻ ചോദിക്കും നീ എവിടേക്കാണ് പോയത് വർക്ക് കഴിഞ്ഞിട്ട്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അവൾക്കാണെങ്കിൽ വേദനിക്കുന്നുണ്ട് ഇവനിങ്ങനെ പിടിക്കുമ്പോൾ. അവൾ പറയുന്നുണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും അവനങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ബിഹേവ് ചെയ്യാണ്. അവൻ പറയും ഞാൻ ഓഫീസിൽ നിന്നിട്ട് നീ ചെക്കൗട്ട് ചെയ്ത സമയമെല്ലാം ഞാൻ നോക്കും. അവനിങ്ങനെ ഉപദ്രവിച്ചിട്ട് അവന് ഇങ്ങനെ ശരിക്കും അവളുടെ വേദനയിൽ ഇങ്ങനെ ആനന്ദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരാൾ വന്നിട്ട് അവനിങ്ങനെ തള്ളിയിടും. ആരാണത്? നമ്മുടെ ജൂഡോ മാസ്റ്റർ യൂജി. ഇങ്ങനെ നിലത്ത് വീണിട്ട് പറയും നിങ്ങളോ? സത്യം പറയും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താണ്? അപ്പം നമ്മുടെ യോജിക്കാൻ അങ്ങോട്ട് കലി അടക്കാൻ പറ്റുന്നില്ല. അവനെ പിടിച്ചു കൊണ്ടുപോയിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ മുഴുവനും ഫ്യൂച്ചറിൽ നമ്മുടെ ജീവനോട് അവൻ ചെയ്യില്ല, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവള് ജീവൻ ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് മാറ്റാൻ നോക്കും. ആ ചാൻസിന് പാക്മിൻ എന്ത് ഓടി രക്ഷപ്പെടും. ദൂരെത്തുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഞാനെന്തിനാ ഓടിപ്പോകുന്നത്? അവൻ പറയും യോജിനെ ഞാൻ വേറൊരു ദിവസം എടുത്തോണ്ട്. എന്നിട്ട് അവനിങ്ങനെ അപ്പോൾ ജീവൻ എന്താ എന്നെ ഫോളോ ചെയ്യാതിരുന്നേ? അങ്ങനെ അവന് ദേഷ്യം വന്നിട്ട് അവൻ എന്ത് ചെയ്യും അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റിന് ഇങ്ങനെ കാലുകൊണ്ട് ഇടിക്കാൻ പോകുമ്പോൾ അവൻ വീണ്ടും നിലത്ത് വീഴും. പിന്നെ കാണാൻ നമ്മുടെ യോജി അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവളുടെ അടുത്തിരിക്കുമ്പോൾ അവൾ ചോദിക്കും നീ എന്താ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്ക് കുറച്ച് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും എന്ത് ബിസിനസ്? അപ്പോൾ അവൻ പറയും ശരിക്കും പറഞ്ഞാൽ നീ നിൻ്റെ ഫോൺ ഞാൻ വിളിച്ചപ്പെടുത്തില്ല, അപ്പോൾ നിനക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നറിയാം, പക്ഷെ ഞാനൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴി വന്നതാണ്. അപ്പോൾ അവൾ ചോദിക്കും എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കെന്താ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? പിന്നെ ഇത് വർക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും നീ അതിന് നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ അവൻ പറയും എനിക്ക് വെറിയായിരുന്നു, എനിക്ക് പേടിയായിരുന്നു പാക്മിനെ എന്നെ ഉപദ്രവിക്കും എന്നുള്ളത്. ചോദിക്കും അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? അപ്പോൾ അവൻ പറയും മനുഷ്യരാരും മാറാൻ പോണില്ല, അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അവന് ഓൾറെഡി ഒരു വയലൻറ്റ് ടെൻഡൻസി നിന്നോടുണ്ട്. എന്നിട്ട് അവന് ഇപ്പം ഒക്കെ തന്നെ കണ്ടില്ലേ നിൻ്റെ കൈ മാമ കയറി പിടിച്ചത്? അപ്പോൾ പറയും അതത്ര വലിയ കാര്യമില്ല. അപ്പോൾ അവൻ പറയും അത് വലിയ കാര്യം തന്നെയാണ്, ഒരു മനുഷ്യനും ഇങ്ങനെ നിന്നെ തൊടാൻ സമ്മതിക്കരുത്, ഇതൊരു ബിഗ് ഡീലല്ല പോലും, ഞാൻ അവൻ്റെ എല്ലാ വിരലുകളും അടിച്ച് പൊടിച്ചാന്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജങ്സ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഞാൻ അവരുടെ പാക്മീൻ നമ്മുടെ ജീവനെ ഉപദ്രവിക്കുന്നത് കാണാൻ വന്നതാ, പക്ഷെ ഇതെന്താ ഇവിടെ സംഭവിക്കണേ? അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ പാക്മീൻ നമ്മുടെ ജങ്സുനെ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവൻ യൂജിനോട് പറയും ആക്ച്വലി നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്യണ കാണുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യണം. അപ്പോൾ അവൻ പറയും എനിക്ക് നിന്നെപ്പറ്റി വെറി ആയിട്ടാണെന്ന് അറിയും. അപ്പോൾ അവൾ പറയും നീ എന്നെപ്പറ്റി വെറി ചെയ്യണ്ട, നിൻ്റെ ഫീലിങ്സ് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ആക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയും എനിക്ക് എന്താ ഫീൽ ചെയ്യണേന്ന് വല്ലതും അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും എനിക്കാൾ മറ്റൊരാളെ ചതിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അവൻ പറയും ഞാനത് ടേക്ക് കെയർ ചെയ്തോണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലേ അതൊക്കെ നോക്കേണ്ടത്, നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാളും മോശമാണല്ലോ. പിന്നെ അവൾ പറയും ഹെയോൺ സുന്ദരി പെണ്ണ്, അവളെനിക്ക് അത്രയ്ക്കും പ്രഷ്യസ് ആണ്. എന്നിട്ട് അവൾ പറയും അവൾ എത്ര സുന്ദരിയും എത്ര ലവബിളും എന്ത് ക്യൂട്ടുമാണ്. ഞാനിത് അവളോട് എന്നെ സംസാരിച്ചോണ്ടെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുക്കും. അപ്പോൾ അവിടെ യൂജി എൻ്റെ പൊന്നുമോളെ എന്തെയോ ഒന്ന് സമാധാനിക്കുക, ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്കൂ.
നീ എന്താ വിചാരിച്ചത് ഞാൻ അവളെ ഡേറ്റ് ചെയ്തിട്ട് അവളെ ചീറ്റ് ചെയ്യാന്നാണ്? ഇഷ്ടമാണ്, പക്ഷെ നീ ഒന്ന് കേൾക്കുന്ന പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പെൺകുട്ടീനെ വിളിക്കും. അപ്പോൾ ഫോണിൽ പേര് സേവ് ചെയ്തിരിക്കുന്നത് അതിസുന്ദരിയായ പെൺകുട്ടി എന്നാണ്. പെണ്ണ് ഫോൺ എടുത്തിട്ട് പറയും, ഈ പാതിരാത്രിക്ക് നീ എന്താ വിളിക്കണത്, നിനക്ക് വല്ല അസുഖം എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അപ്പോൾ യൂജി ചോദിക്കും, നിനക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇവൾ എൻ്റെ ഗേൾ ഫ്രണ്ടാന്ന്? പിന്നെ ആ പേര് അത് അവൾ തന്നെ ഈ ഫോൺ എടുത്തിട്ട് സേവ് ചെയ്തതാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക, ഓഹ് അതപ്പോൾ നിൻ്റെ സിസ്റ്ററാണോ? അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് രണ്ടുപേരിൻ്റെ പേരുകൾ തമ്മിലുള്ള സിമിലാരിറ്റി. അപ്പോൾ അയ്യോ സോറി, ഞാൻ വളരെ സോറി, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു കള, ഞാൻ ഇത്രയും വലിയ മണ്ടത്തരം വിശ്വസിക്കാനേ പാടില്ലായിരുന്നു. അപ്പോൾ അവൻ പറയും, നീ ഒന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ ചെക്കൻ പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പിന്നെ അവർ രണ്ടുപേരും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ യൂജി അവളെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടാക്കണം. അപ്പോൾ അവളിങ്ങനെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവളുടെ അടുത്തേക്ക് ഇങ്ങനെ അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അവളുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ദേ ഇപ്പോൾ കിസ് ചെയ്യും. പക്ഷെ എന്തുണ്ടാവും, അവൻ ബോധം കെട്ടിട്ട് അവളുടെ ഷോൾഡറിലേക്ക് വീഴും. അപ്പോൾ ഇവളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവനിങ്ങനെ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഈ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണേ.